നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ പോയാൽ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ പതിവായി നമസ്കരിച്ച് വരുന്ന ഒരു സുന്നത്ത് നമസ്കാരം നിസ്കരിക്കാൻ പറ്റിയില്ല, പതിവായി ചെയ്തു വരുന്ന ഒരു ദിക്റ് ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ ഹാവു കഴിച്ചിലായി എന്നാണോ വിചാരിക്കുന്നത്? അതല്ല, അതിൻ്റെ പേരിൽ വല്ലാത്തൊരു വിഷമമാണോ നമുക്ക് തോന്നുന്നത് നോക്കുക. പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും ഇബാദത്തുകളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും തിരിച്ച് റബ്ബ് അയാളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെയും അടയാളമാണ് സൽക്കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകൾ അയാൾക്ക് വലിയ ദുഃഖമുള്ള കാര്യമായിത്തീരും. ഒരു അസറിൽ കാണാം, അതിൻ്റെ സിഹത്തിനെ കുറിച്ച് എനിക്കറിയില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അസർ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലൊന്ന് കയറി, ഈത്തപ്പനത്തോട്ടത്തിൽ കയറി ഇറങ്ങി അദ്ദേഹം പള്ളിയിലേക്ക് എത്തിയപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ തോട്ടത്തിൽ കയറിയിട്ട് അസർ നമസ്കാരം, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു. ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദഖ ചെയ്യാൻ, അപ്പോൾ തന്നെ അത് സദഖയായി നൽകുന്ന ഇതിൻ്റെ കഫാറത്തായിട്ട് ആ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. കാരണം അത്രയും അവർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇതേപോലെയുള്ള നന്മകൾ നഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടല്ലേ രാത്രിയിലെ വിർദ് അഥവാ രാത്രിയിൽ ഒരു നിശ്ചിത അധ്യായം ഓതിയിട്ട് രാത്രി നമസ്കരിക്കുന്ന ആളുകൾ ഏതെങ്കിലും കാരണം കൊണ്ട്, രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ ക്ഷീണം കാരണത്താലോ ഉറങ്ങിപ്പോയാൽ ആ രാത്രി നമസ്കാരം പകൽ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇരട്ടയാക്കി അവസാനിപ്പിക്കണം. എന്തിനാണത്? ആ സങ്കടമില്ലാതാവാൻ വേണ്ടിയാണ് വിശ്വാസികൾക്ക്.